ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ഗീതു ആത്മഹത്യ ചെയ്യാൻ വേണ്ടി തന്നെ ഫ്ലാറ്റിന് മുകളിൽ കയറി പോവാണ്. പക്ഷേ ഗീതുക്ക് എന്തോ മനസ്സ് വന്നില്ല, ഗീതു തിരിച്ചു പോവാൻ കേട്ടോ. പിന്നെ കാണിക്കുന്ന വിജയലക്ഷ്മി സുബ്രഹ്മണ്യത്തെയാണ്. അവരൊരു സംഗീത കച്ചേരിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത്. ഒരു പാട്ട് പാടുന്നുണ്ട്. ആ പാട്ടിൻ്റെ ഒപ്പം തന്നെ കാണിക്കുന്നത് ഗീതു എവിടേക്കാണെന്ന് അറിയാണ്ട് ബാംഗ്ലൂർ പല പല നഗരത്തിലെ പല പല മാർക്കറ്റുകളും ടെമ്പിളുകളിലും മാറി മാറി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത്. ഗീതു പരിസരബോധം ഇല്ലാണ്ടിട്ടാണ് ഇങ്ങോട്ടൊക്കെ നടക്കുന്നത്. സിഗ്നലൊക്കെ വെറുതെ കൂളായിട്ട് ക്രോസ് ചെയ്ത് പോവാണ്. വിജയലക്ഷ്മി സുബ്രഹ്മണ്യം പാടുന്ന പാട്ടിൻ്റെ കൂടെ തന്നെ വിഷമിക്കുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്ന ഗോവിന്ദനെയാണ്. ഗോവിന്ദനെ മഹേഷ് വിളിച്ചിട്ട് ആ വീഡിയോ അയച്ചു കൊടുക്കുകയാണ്. ആ വീഡിയോ കാണുന്ന ഗോവിന്ദൻ നെട്ടിപ്പോവാണ്. കിഷോർ 1 കോടി രൂപ മേടിച്ചിട്ട് ഗീതുവിനെ വിൽക്കണ പോലത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. അത് കാണുന്ന ഗോവിന്ദൻ ആകെ ദേഷ്യം തോന്നുന്നുണ്ട് കിഷോറിനോട്. മഹേഷിനെ വിളിക്കുന്നുണ്ട്. അതിനുശേഷം മഹേഷ് പറയേണ്ട എത്ര നേരമായി ഗോവിന്ദൻ നിന്നെ വിളിക്കുന്നത്, ഗീതു അപകടത്തിലാണ്, അവൾ ഇവിടെ നിന്ന് പോയത് ദേഷ്യത്തിലാണ്, അവൾ എന്തെങ്കിലും എന്തെങ്കിലും ചെയ്യുമെന്ന് എനിക്ക് പേടിയുണ്ട്, എത്രയും പെട്ടെന്ന് അവളെ കണ്ടുപിടിക്കണമെന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പം തന്നെ അങ്ങോട്ട് പുറപ്പെടുക മഹേഷ് എന്ന് പറയുവാണ്. അതിനുശേഷം രണ്ടുപേരും ഗീതുവിനെ അന്വേഷിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ് കേട്ടോ. ഗീതു ആണെങ്കിൽ സിഗ്നൽ ക്രോസ് ചെയ്യേണ്ട സമയത്ത് സിഗ്നലൊന്നും നോക്കുന്നില്ല. അങ്ങോട്ട് ക്രോസ് ചെയ്യുമ്പോഴേക്കും വണ്ടി ഇടിച്ച് കിടക്കുവാണ് വിജയലക്ഷ്മി സുബ്രഹ്മണ്യം. അതിൻ്റെ ഇടയിൽ വരുന്നുണ്ട് ഈശ്വര, ഗീതു മോളല്ലേ ഇത് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി ഒന്ന് ഹെൽപ്പ് ചെയ്തിട്ട് എൻ്റെ വണ്ടിയിലേക്ക് ഈ കുട്ടീനെ ഒന്ന് വെച്ചിടണം, ഇതെൻ്റെ മോളാണെന്ന് പറയുവാണ്. അങ്ങനെ നമ്മുടെ ഗീതുവിനെ വണ്ടി കയറ്റിക്കൊണ്ട് വിജയലക്ഷ്മി സുബ്രഹ്മണ്യം ഹോസ്പിറ്റലിൽ പോവാണ്. ഗീതുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, മോളെ എഴുന്നേക്ക് മോളെ, ദേ അമ്മയാണ്, മോളെ എഴുന്നേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുന്നേൽപ്പിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ ഗീതു കണ്ണ് തുറക്കുന്നില്ല. വിജയലക്ഷ്മി സുബ്രഹ്മണ്യത്തിന് ആകെ പേടിയാവണം. ഈശ്വരൻ, എൻ്റെ മോളെ ആദ്യമായിട്ട് കാണുന്നത് ഇങ്ങനെയായി പോയാലോ, രക്ഷിക്കണേ ഭഗവാൻ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. അതിനുശേഷം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുവാണ് കേട്ടോ. ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന ഡോക്ടറെ പരിശോധിക്കുന്നുണ്ട്. ഡോക്ടർമാരൊക്കെ വിജയലക്ഷ്മി സുബ്രഹ്മണ്യം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടർമാർ പരിശോധിക്കുന്ന സമയത്ത് പരസ്പരം പറയുന്നുണ്ട്, ഈ കുട്ടിയുടെ നില അതീവ ഗുരുതരമാണ്, ഇനി വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല, എത്രയും പെട്ടെന്ന് ഇമ്മീഡിയറ്റ് സർജറി വേണം എന്ന് പറഞ്ഞിട്ട് അവർ ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റുവാണ്. അതിനുശേഷം വിജയലക്ഷ്മി സുബ്രഹ്മണ്യത്തിന് ഡോക്ടർ വന്ന് കാണുന്നുണ്ട്. മേഡം, ആ കുട്ടിയുടെ ക്രിട്ടിക്കൽ സ്റ്റേജാണ്, ഇപ്പോൾ ഓപ്പറേഷൻ നടത്തിയില്ലെങ്കിൽ ജീവന് വരെ വളരെ ആപത്താണ്, ഓപ്പറേഷൻ നടത്തിയാലും ജീവൻ തിരിച്ചു കിട്ടുമെന്ന് ഒരു ഉറപ്പുമില്ല, എങ്കിലും നമുക്ക് മാക്സിമം ട്രൈ ചെയ്യാം മേഡം എന്ന് പറഞ്ഞിട്ട് ഒരു ഫോമിലൊക്കെ ഒപ്പൊക്കെ ഇടിപ്പിക്കുന്നുണ്ട്. ഓപ്പറേഷന് തൊട്ട് മുമ്പായിട്ട് എങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യണം സർ, രക്ഷിക്കണം, എൻ്റെ മോളാണെന്നൊക്കെ പറയുന്നുണ്ട്. ഞങ്ങൾ മാക്സിമം ശ്രമിക്കാം, എന്തായാലും ഇപ്പം തന്നെ ഓപ്പറേഷൻ നടത്തിയില്ലെങ്കിൽ കുട്ടിയുടെ ജീവൻ ആപത്താകും എന്ന് പറയുകയാണ്. അങ്ങനെ ഓപ്പറേഷൻ നടത്താൻ വേണ്ടി ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോകണം ഡോക്ടേഴ്സും നഴ്സുമാരും എല്ലാവരും കൂടി. വിജയലക്ഷ്മി സുബ്രഹ്മണ്യം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ആ ഹോസ്പിറ്റലിൽ ഒരു സ്റ്റാഫ് നമ്മുടെ ഗോവിന്ദൻ്റെ നമ്പർ തപ്പിപ്പിടിച്ച് ഗോവിന്ദനെ വിളിക്കുന്നത്. ഹലോ ഗോവിന്ദ് സാറല്ലേ, ഞാനൊരു ഹോസ്പിറ്റലിൽ നിന്ന് വിളിക്കുക, എൻ്റെ പേര് ശ്രീലക്ഷ്മി എന്നാ. ഹലോ, എന്നെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം, ആരാ നിങ്ങളും ചോദിക്കുമ്പോൾ, സാറിൻ്റെ ഭാര്യയല്ലേ ഗീതു? അതെ അതെ, എൻ്റെ ഭാര്യനെ എങ്ങനെ അറിയാം? അതെ, എനിക്ക് നിങ്ങളെ അറിയാം, അതുകൊണ്ടാണ് നമ്പർ എടുത്ത് വിളിക്കുന്നത്. സാറിൻ്റെ ഭാര്യ ആക്സിഡൻ്റ് ആയിട്ട് ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്, വളരെ സീരിയസ് ആണ് സാർ, ഭയങ്കര സീരിയസ്, ഭയങ്കര ക്രിട്ടിക്കലാണ് സാർ, എത്രയും പെട്ടെന്ന് വരണം എന്ന് പറയുവാണ്. ആണോ, എവിടെയാണ് ഹോസ്പിറ്റൽ? ഇന്ന സ്ഥലത്തെന്നൊക്കെ പറയുകയാണ്, ഞാൻ ഇപ്പം തന്നെ എത്താം എന്ന് പറഞ്ഞിട്ട് ഫോം വെക്കുന്നുണ്ട്. മഹേഷിനെ വിളിച്ച് പറയുമ്പോൾ മഹേഷ് പറഞ്ഞു, ഞാനിപ്പോൾ അറിഞ്ഞേ ഉള്ളൂടാ, ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, നീയും വരണമെന്ന് പറയുമ്പോൾ രണ്ടുപേരും കൂടി എന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് പോവാണ്. ഗോവിന്ദാണെങ്കിൽ ആകെ പ്രാർത്ഥിക്കുകയാണ്, എന്തിനാണ് ഗീതു, എന്തിനാണ് നീ ഇങ്ങനെ ചെയ്തത്, ആത്മഹത്യ തന്നെയായിരിക്കും എന്ന് ഉറപ്പിക്കാനായിട്ട് നമ്മുടെ ഗോവിന്ദ്. അതിനുശേഷം കാണിക്കുന്ന അവർണികേനെയും അതുപോലെ തന്നെ ശ്രീജേനെയും അമ്മേനെയും കൂടിയിട്ടാണ്. അവർ ഭയങ്കര സന്തോഷത്തിൽ വരുവാണ് കേട്ടോ. അങ്ങനെ വാതിൽ തുറക്കുമ്പോഴേക്കും കിഷോർ ചത്ത പോലെ അവിടെ കിടക്കുവാണ്. അയ്യോ കിച്ചു എന്ന് പറഞ്ഞിട്ട് ഓടി പോകുന്നുണ്ട് അവർണിക. അയ്യോ ഇതെന്തു പറ്റി, ഇത് ആരാ ഇങ്ങനെ ചെയ്തത്, കിച്ചു എഴുന്നേക്ക് എന്നൊക്കെ പറയുമ്പോൾ കിഷോർ കണ്ണ് പതുക്കെ തുറക്കാൻ നോക്കുന്നുണ്ടെങ്കിലും തുറക്കാൻ പറ്റുന്നില്ല. അമ്മ കുറച്ച് വെള്ളം കൊണ്ടുവന്ന് മുഖത്തൊഴിക്കുമ്പോൾ എഴുന്നേൽക്കുന്നുണ്ട്. അതിനുശേഷം ഒരു കുടം വെള്ളം കമിഴ്ത്തി കുടിക്കുന്നുണ്ട് കിഷോർ. ഇതെന്താ പറ്റി, ആരാ ഇത് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ കിഷോർ പറയുന്നുണ്ട്, ആരാന്നറിയില്ല, എന്നെ ഉപദ്രവിച്ചു, ഒരു കാരണമില്ലാണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ കിഷോറിൻ്റെ അമ്മക്ക് കാര്യം മനസ്സിലാവും, ഗോവിന്ദൻ്റെ ഗുണ്ടകളും തന്നെയാണ് ഇത് ചെയ്തതെന്ന്. പക്ഷേ അവർണികയുടെ മുമ്പിൽ അതൊന്നും കാണിക്കുന്നില്ല. അവർണിക പറയുന്നുണ്ട്, രാവിലെ പ്രശ്നം ഉണ്ടായില്ലേ, അവർ തന്നെയായിരിക്കും എന്ന് പറയുമ്പോൾ ശ്രീജ പറയുന്നുണ്ട്, പോലീസ് കംപ്ലയിൻറ്റ് കൊടുത്താലെന്ന് പറയുമ്പോൾ അവർണിക പറയുന്നുണ്ട്, ഇനി അതിൻ്റെ പുറകിലൊന്നും പോകണ്ട, കിഷോറിന് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ, ആ കിഷോറെ നമുക്ക് കുറച്ച് നേരം കിടക്കാമെന്ന് പറഞ്ഞിട്ട് കിച്ചുവിനെ വിളിച്ചുകൊണ്ട് റൂമിലേക്ക് പോവാൻ കേട്ടോ. ശേഷം കാണിക്കുന്നത് ഗോവിന്ദ് ഹോസ്പിറ്റലിൽ എത്തുന്നതാണ്. ഓടിപ്പാനെത്തുന്ന ഗോവിന്ദ് അവിടെ ഇവിടെ നേഴ്സുമാരത്തൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദ് ഇങ്ങനെ വരണ കാണുമ്പോൾ തന്നെ വിജയലക്ഷ്മി സുബ്രഹ്മണ്യത്തിൻ്റെ കണ്ണൊക്കെ അങ്ങോട്ട് നിറഞ്ഞൊഴുകുവാണ് കേട്ടോ. തൻ്റെ മകൻ തന്നെ ഇപ്പം കാണണ്ടാന്ന് വെച്ചിട്ട് കുറച്ച് അവർ മാറി നിൽക്കുവാണ്. അങ്ങനെ ഗോവിന്ദ് കാണുന്നില്ല. ഗോവിന്ദ് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് എത്തി നോക്കുന്നുണ്ട്. അവിടെ ആരെയും കാണാണ്ടാകുമ്പോൾ അവിടുത്തെ നേഴ്സുമാർ ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ ഒരു ഡോഗിനെ കൊണ്ടുവന്നില്ല, ഹസ്ബൻഡാണ് എവിടെയാണ് ചോദിക്കുമ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റിയെന്ന് പറയുവാണ്. അങ്ങനെ ഗോവിന്ദ് അവരത് ചോദിച്ചതിന് ശേഷം ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് തിരിയണ സമയത്ത് വിജയലക്ഷ്മി സുബ്രഹ്മണ്യം പെട്ടെന്ന്
കാണാത്ത രീതിയിലേക്ക് മുഖം മറച്ച് അങ്ങോട്ട് മൂലക്ക് മാറി നിൽക്കുകയാണ് കേട്ടോ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ മുമ്പിൽ തന്നെ. മഹേഷ് വരുന്നുണ്ട്. മഹേഷ് ഗോവിന്ദനെ കുറ്റപ്പെടുത്തുവാണ്. എല്ലാത്തിനും കാരണം നീ തന്നെയാണ്, നിനക്കൊരു 10 മിനിറ്റ് വൈകി ചെയ്തിരുന്നെങ്കിൽ ഒരു കുഴപ്പമുണ്ടായില്ലെന്ന് പറയുമ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട് അവൾക്കതിൽ പറ്റിയ കിഷോറിനെ ഞാൻ വെച്ചേക്കില്ല എന്ന് പറയാണ്. കിഷോറിനെ പറഞ്ഞിട്ട് എന്താ കാര്യം, നിനക്കൊരു ഉത്തരവാദിത്വം ഇല്ല, നീ കാരണം തന്നെയാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഗോവിന്ദേ, ഇതിന് നീ ഒഴിഞ്ഞു മാറാൻ നോക്കണ്ട എന്നൊക്കെ പറയാണ്. അപ്പോൾ ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും കിഷോറിൻ്റെയൊക്കെ എല്ലാ കാര്യങ്ങളും വിജയലക്ഷ്മി സുബ്രഹ്മണ്യം ഇങ്ങനെ അറിയുവാണ് കേട്ടോ അവിടെ ഒളിഞ്ഞു നിന്നിട്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ഭാഗത്തോടെയാണ് എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പ്രൊമോ ആയിട്ട് ഉടനെ തന്നെ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.